കായലാണെങ്കിൽ 5 കിലോ കരിമീൻ പിടിക്കും. കായലാണെങ്കിൽ 5 കിലോ കരിമീൻ. ഇവിടെ 1, 2, 3 കിലോ കിട്ടുള്ളൂ. 5 കിലോ കരിമീൻ കിട്ടിയാൽ നമുക്ക് 2,500 രൂപ ഇപ്പോഴും കിട്ടും. പൗരൻ സിനിമയ്ക്ക് ജയറാമിൻ്റെ പൗരൻ സിനിമയ്ക്കകത്ത് തിരുവഞ്ചേരി വന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തൊഴിലാളി നേതാവായിട്ട് ഞങ്ങൾ 4 സഖാക്കളാണ്. ഞങ്ങൾ ഇതായി മേടിച്ച് ഫ്രണ്ടിൽ പോകും. ഞങ്ങളുടെ പുറകിൽ 1,500 രൂപയോളം തൊഴിലാളി സഖാക്കൾ ഉണ്ടായിരുന്നു. മീനിനെ പെട്ടെന്ന് ആകർഷിക്കാനുള്ള പൊടിക്കൈകൾ അല്ലെങ്കിൽ തന്ത്രങ്ങൾ. ഞാൻ അനിൽ ഫ്രം തിരുവല്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് അയർക്കുന്നം പഞ്ചായത്തിലെ മൂഴിക്കക്കടവിലാണ്. ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ചൂണ്ടയിടയിൽ മത്സരമാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരാളെ പരിചയപ്പെടാം. ചേട്ടൻ എത്ര കൊല്ലമായി ഈ മീൻപിടുത്തം? 40 വർഷമായി. 40 വർഷം. ഈ മൂഴിക്കക്കടവിൽ ഇതിനു മുമ്പേ വന്ന് മീൻ പിടിച്ചിട്ടുണ്ടോ? ഇഷ്ടംപോലെ വന്നുണ്ട്, മീൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ മീനാണ് മെയിനായിട്ട് ഈ കടവിൽ? രോഹു, കരിമീൻ ഒക്കെ കിട്ടും. ഇത് പിടിക്കാനായിട്ട് ചേട്ടന് എന്ത് ഇതാണ് ചൂണ്ടയിലിടുന്നത്? ഞാൻ മൈദമാവ് ഒക്കെ കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിടും. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത്. അപ്പോൾ മെയിനായിട്ട് എന്താ കിട്ടുന്നത്? കട്ടള രോഗം കിട്ടും. കട്ടള രോഗം. ഇപ്പം കട്ടള രോഗമൊക്കെ ഈ ആറ്റിലുണ്ടോ? ഇല്ല. അതെന്താ ഇല്ലാത്ത? സർക്കാർ കൊണ്ട് കുഞ്ഞുങ്ങളെ ഇടുന്നില്ല. അതുകൊണ്ട് സർക്കാർ കുഞ്ഞുങ്ങളെ ഈ കടവിൽ ഇടുന്നില്ല. അപ്പം അതിൻ്റെ കുഴപ്പക്കാര് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ. അത് എനിക്ക് പറയാൻ പറ്റില്ല. അവർ വെച്ച് കാശ് മേടിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ലായിരിക്കാം. അപ്പൊ ഇപ്പം കട്ടളയും രേഖവും തീരെ കുറവാണ് കടവിൽ. കടവില്ല, ഒന്നും കിട്ടുന്നില്ല. കരിമീൻ കിട്ടും ഇടയ്ക്കിടയ്ക്ക്. കരിമീനുണ്ട്. കരിമീൻ കിട്ടും. കരിമീൻ എന്തോ ആണ് ചേട്ടൻ തീറ്റി വെക്കുന്നത്? ഞാൻ ഈ മൈദമാവ് ഒക്കെ ആയിരുന്നത്. മൈദമാവ്. ചേട്ടാ ഇപ്പൊ എറിഞ്ഞിരിക്കുന്ന സാധാ ചൂണ്ടയാണോ? സാധാ ചൂണ്ടയാണ്. വേറെ ഏതൊക്കെ ചൂണ്ടയാണ് ചേട്ടൻ ഉപയോഗിക്കുന്നത്? ഞാൻ സ്പൈഡറാ, 16 ചൂണ്ട. 16 ചൂണ്ട. അതെ, സ്പൈഡറാ. അതിലെന്തൊക്കെയാണ് ഈ കട്ടള രോഹു, കരിമീൻ, പുല്ലം കിട്ടും. അതിലെന്തോ ആയിരിക്കും ഇത് കൊടുക്കുന്നത് ചേട്ടൻ? മൈദമാവ് ഒക്കെ മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് എറിയും കിട്ടും. അതിനകത്താണ് രേഖവും കട്ടലയൊക്കെ കിട്ടും. രോഹവും കട്ട കിട്ടും. പിന്നെ ഈ രേഖവും കട്ടല ഈ ആറ്റിൽ കുറവായതിന് കാരണം എന്താ? അത് കുഞ്ഞുങ്ങളെ സർക്കാർ വേണ്ട കുഞ്ഞുങ്ങളെ ഇടുന്നില്ല. സർക്കാർ കുഞ്ഞുങ്ങളെ ഇടുന്നില്ല. അതെങ്കിൽ ഇഷ്ടംപോലെ കണ്ടാണ്. അത് ഇടുന്നുണ്ടെന്നുള്ള ഉറപ്പല്ലേ. നേരത്തെ അവർ വന്നിട്ട് വെള്ളം ശുദ്ധീകരിച്ച് നോക്കിയിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇടുമായിരുന്നു. അപ്പൊ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. അതൊന്നും ഇടുന്നില്ല. ഇപ്പം ചേട്ടന് ഈ ഒരു ഇടയിലിന് എത്ര കിലോ മീൻ വരെ കിട്ടുന്നുണ്ട്? കായലാണെങ്കിൽ 5 കിലോ കരിമീൻ പിടിക്കും. കായലാണെങ്കിൽ 5 കിലോ കരിമീൻ. ഇവിടെ 1, 2, 3 കിലോ കിട്ടുള്ളൂ. 2-3 കിലോ കിട്ടും. ഇവിടെ കിട്ടുന്ന കരിമീനാണ്. കരിമീനെ കിട്ടുള്ളൂ. കരിമീന്റെ മെയിനായിട്ടുള്ള തീറ്റയാണോ ഈ പറയുന്ന? അതെ, മൈദയൊക്കെ മഞ്ഞപ്പൊടി. അപ്പൊ ഈ ചൂണ്ടയിലാണോ കൂടുതൽ കരിമീനെ കിട്ടുന്നത്? വേറെ ഏതൊക്കെ ചൂണ്ടയുണ്ട് ചേട്ടന്റെ കയ്യിൽ? എന്റെ മെഷീൻ ചൂണ്ടുണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പഠിക്കും. രാവിലെ വന്നാൽ വൈകുന്നേരം വരെ ചേട്ടൻ ചിലപ്പോൾ കിട്ടില്ല. അപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നാൽ 5 കിലോ മീനെ കിട്ടത്തുള്ളൂ. അതല്ല, ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഈ വെള്ളം മുകുമ്പോഴേ വെള്ളം മുകുമ്പോൾ ഏത് ചൂണ്ടയാണോ അതോ കൂടൊക്കെയാണോ ഉപയോഗിക്കുന്നത്, അതോ വലയാണോ? ചൂണ്ടയാ. വെള്ളം മുകുമ്പോഴും ചൂണ്ടയാ പിടിക്കും. ഇതേ പിടിക്കും. 16 ചൂണ്ടയാണ്, സ്പൈഡർ ചൂണ്ടയാ. വാളകൾ കയറാനുണ്ടോ? വാളയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. വാളയുണ്ട്. പിന്നെ ഇതുണ്ട്, ഇരട്ടക്കുരിയോ? അല്ലല്ല, പുള്ളിഭാഗം. അത് കണ്ടമാനുണ്ട്. അതൊക്കെ ഇടയ്ക്ക് കിട്ടും. വാഹയുണ്ട്, വരാലുണ്ട്. പിന്നെ ഈ വലിയ വാളയുണ്ടോ? വാള എത്ര കിലോ വരെ ഉള്ളതിനെ ചേട്ടൻ പിടിച്ചിട്ടുണ്ട്? ഞാനൊരു 2-3 കിലോ പിടിച്ചിട്ടുണ്ട്. 8-9 കിലോ പിടിച്ചിട്ടുണ്ട്. അത് ഭാഗ്യം പോലെ ഇരിക്കും. ശരി. അപ്പൊ ചേട്ടന്റെ തൊഴിൽ തന്നെ മീൻപിടുത്തമാണോ? അല്ല, ഇടയ്ക്ക് ടയർ പണിക്ക് പോകും. ഇല്ലാത്തപ്പോ ഞാൻ വരും. ടയർ പണി എന്ന് വെച്ചാൽ വർക്ക്ഷോപ്പിലോ? അല്ല, ടയർ പണി. ചേട്ടന്റെ തൊഴിലെന്ന് പറഞ്ഞാൽ ടൈല് പണിയാ. അതിന് പണിയില്ലാത്ത സമയത്ത് വന്ന് മീൻ പിടിക്കും. വെള്ളപ്പൊക്കമുള്ള സമയത്ത് പിടിക്കും, അല്ലാത്ത സമയത്തും ഇവിടെ വരും. അദ്ദേഹം കായലിൽ പോകും. ഇതില് ചേട്ടന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത് കായലിലെ മീൻപിടുത്തമാണോ? 5 കിലോ കരിമീൻ കിട്ടിയാൽ നമുക്ക് 2,500 രൂപ ഇപ്പോഴും കിട്ടും. 5 കിലോ കരിമീൻ ഉണ്ട്, 2,500 രൂപ കിട്ടും. അത് ബോട്ട് കെട്ടി ഇറങ്ങുമ്പോൾ തന്നെ ആൾക്കാർ മേടിക്കാൻ ജീവനോടെ ഫ്രഷ് ചൂടപ്പം പോലെ വിറ്റഴിക്കും. അതെ, അങ്ങനെയാണ്. ചേട്ടൻ ഈ ഇപ്പം ഇവിടെ കൂടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഓരോരുത്തരെ പെരുങ്കൂടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അതുപോലുള്ള കൂട് വല്ലതും ഇടാറുണ്ടോ? ഇല്ല. ചേട്ടനുള്ള ഇത് വലയൊന്നും ഇല്ല, ഈ ചൂണ്ട മാത്രമേ ചേട്ടനുള്ളൂ. ഓ, അത് ശരി. അപ്പൊ ഇന്നിവിടെ ചൂണ്ടയുടെ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നതാ ചേട്ടൻ? ഓ, ശരി. സീറ്റ് മത്സരമുണ്ട്, അതിലും പങ്കെടുക്കുന്നുണ്ട്. ചേട്ടൻ ഇതിനു മുമ്പ് നേരത്തെ ആരാണ്ടൊക്കെ പറഞ്ഞു കേട്ട് ചേട്ടൻ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പൗരൻ സിനിമയ്ക്ക് ജയറാമിന്റെ പൗരൻ സിനിമയ്ക്കകത്ത് തിരുവഞ്ചേരി വന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തൊഴിലാളി നേതാവായിട്ട് ഞങ്ങൾ 4 സഖാക്കളാണ്. എന്നിട്ട് ഞങ്ങൾ ഇതായി മേടിച്ച് ഫ്രണ്ടിൽ പോകും. ഞങ്ങളുടെ പുറകിൽ 1,500 രൂപയോളം തൊഴിലാളി സഖാക്കൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതൊക്കെ സിനിമയിൽ വന്നോ അത് മൊത്തം വെട്ടിക്കളഞ്ഞോ? അല്ല, അതുണ്ട്. സിനിമയിൽ ചെന്നാൽ അത് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. പൗരൻ സിനിമയ്ക്കകത്ത് എന്റെ തോട്ടമുണ്ട്. ഞങ്ങളാ ഇംഗ്ലാ വിളിച്ച് പുറകെ പോകുന്നുണ്ട്. ഞങ്ങൾ ഫ്രണ്ടില് കോടിയും പിടിച്ചോണ്ട് തൊഴിലാളി സമരമായിരുന്നു ജയറാമൻ ചെറുപ്പം. അപ്പൊ മാന്നാ സ്കൂളിലെ പിള്ളേരാണ് ഇങ്ങനെ കയറി വരുന്നത്. അപ്പൊ ഞങ്ങൾ ജംഗ്ഷനിൽ കൂടെ സമരമായിട്ട് ചെല്ലുന്നു.
അതാണ് ഷൂട്ടിങ്. ഓക്കെ. ഓ അപ്പൊ അങ്ങ് സിനിമയിൽ ഭാഗ്യം കിട്ടി. ഇതൊക്കെ എന്തുവാ ഈ ബാഗിലൊക്കെ ഇരിക്കുന്നത്? അത് മൈദമാവും. ഓക്കെ. ഓ ഇതെന്തുവാ? ഇത് മൈദമാവാണ്. ഇതാ എൻ്റെ ഒരു ഘടകം പിടിക്കുന്നതിന്റെ. ഇത് ഓക്കെയോ? ഇത് ഓക്കെ ആണോ അതോ ഈ പെല്ലറ്റ് ആണോ? ഇത് പെല്ലറ്റാണ് ഇതിനകത്ത് ഇടിച്ചു ചേർക്കുന്നത്. പെല്ലറ്റ് ഇടിച്ചു ചേർത്താണ് ഈ മൈദമാവും പെല്ലറ്റും കൂടി ഇടിച്ചു ചേർത്താണ് ഇതുണ്ടാക്കുന്നത്. പിന്നെ മഞ്ഞപ്പൊടി ചേർക്കും. മഞ്ഞപ്പൊടി. ഈ മഞ്ഞപ്പൊടി ചേർക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? അത് മീനിനെ ആകർഷിക്കാൻ വേണ്ടിയാണ്. കളറിന്റെ ആണോ? കളറിന്റെ ആകർഷിക്കാൻ വേണ്ടിയാണ്. വെള്ളം കലക്കലാകുമ്പം തെളിവെള്ളം ആയാലും ഒരു മഞ്ഞക്കളർ അമ്മമാർ ചിന്നും. അതുകൊണ്ട് ചില മഞ്ഞപ്പൊടി ചേർക്കും. അത് ശരി. ഇതെന്താ കുടിവെള്ളമാണോ അതോ? ഞാൻ കുടിക്കാം. വോട്ട് ഒന്നും അല്ലല്ലോ. ഒന്നുമില്ല. പച്ചവെള്ളം മാത്രം. ശരി ചേട്ടാ, എല്ലാവരും ചോദിക്കുന്നതാണ് മീനിനെ പെട്ടെന്ന് ആകർഷിക്കാനുള്ള പൊടിക്കൈകൾ അല്ലെങ്കിൽ തന്ത്രങ്ങൾ. അത് മൈദമാവ് ഓക്കെ ഇട്ട് നമ്മൾ പൈനാപ്പിൾ എസൻസ് കൂടെ ചേർക്കും. മഞ്ഞപ്പൊടി ചേർത്ത് നമ്മൾ ഇങ്ങനെ ടൈറ്റ് ആക്കും. നമ്മൾ എറിയുന്നു. ഇത് സ്പൈഡർ ചൂണ്ടയാണ്. 16 ചൂണ്ടയ്ക്ക് ചിലരൊക്കെ കോഴിയുടെ മഞ്ഞക്കൂരി കിട്ടും. മഞ്ഞക്കൂരി കിട്ടും. അതേ കിട്ടും. കോഴിയുടെ വേസ്റ്റ് ഒക്കെ വെക്കുന്നത് മഞ്ഞക്കൂരി കിട്ടും. അല്ലാതെ കട്ടളയിലേക്ക് ഒന്നും കിട്ടില്ല. അത് കിട്ടില്ല. അവർക്ക് ഈ മൈദമാവ് ഓക്കെ നമ്മൾ പൈനാപ്പിൾ എസൻസ് വെച്ച് അത് മിക്സി ഇട്ട് ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ 16 ചൂണ്ടയ്ക്ക് അത് നമ്മൾ സ്ട്രിങ് ആണ്. ആ സ്ട്രിങ് നമ്മൾ മൊത്തം പൊതിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവൻ കയറി കടിക്കുമ്പോൾ ഒരു ചൂണ്ട ഉടയ്ക്കുക, മറ്റു ചൂണ്ട വെള്ളം കയറും. പിന്നെ കെട്ടണമെങ്കിൽ അരമണിക്കൂർ പയറ്റണം. അതേ പൊട്ടിച്ചോട്ട് പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.